ജൂലൈ 30 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ബ്ലാക്ക് ഡേ. അത് ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലുള്ളവർക്ക് മാത്രമല്ല, ലോകമെമ്പാടും നമ്മളുടെ ഇന്ത്യക്കാരെവിടെയുണ്ടോ അവിടെയൊക്കെ ഒരു മഹാദുരന്തമാണ്. ഇറ്റ് ഈസ് എ ബ്ലാക്ക് ഡേ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഈ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ മുതൽ തന്നെ വയനാട്ടിൽ ഏകദേശം 18ഓളം ലയൺസ് ക്ലബ്ബുകളുണ്ട്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടനയായ ലയൺസ് ക്ലബ്ബ് 215ഓളം രാഷ്ട്രങ്ങളിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടന യിലുള്ള വയനാട്ടിലുള്ള എല്ലാവരും തന്നെ ഇതിൽ സംബന്ധിക്കുകയും അവിടെ സേവനങ്ങൾ, വ്യത്യസ്തമായ സേവനങ്ങൾ ചെയ്യുകയും ചെയ്തു. കേരളത്തിലുള്ള പല പ്രദേശങ്ങളിൽ നിന്നുള്ള ലയൺസ് ക്ലബ്ബ് വരികയും അവർക്ക് സേവനം ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ ലയൺസ് ഇൻ്റർനാഷണലിൻ്റെ എമർജൻസി ഗ്രാൻറ്റ്, അത് ദുരന്തമുണ്ടാകുമ്പോൾ ലയൺസ് ഇൻ്റർനാഷണൽ കൊടുക്കുന്ന ഒരു എമൗണ്ടാണ്. അതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷനൊന്നുമില്ല, പെട്ടെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭക്ഷണ സാമഗ്രികളും വസ്ത്രങ്ങളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ്, മരുന്ന്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊരു ദീർഘവീക്ഷണത്തോടെ ഉള്ള ഒരു ഫാർ സൈറ്റഡ് ആയിട്ടുള്ള ഒരു സേവനമാണ്. കേരളത്തിനെ സംബന്ധിച്ച് 2018 വെള്ളപ്പൊക്ക ദുരന്തത്തിൽ 200ഓളം വീടുകൾ നമ്മൾ പണിയുണ്ടായി. വയനാട്ടിൽ ഏകദേശം 16ഓളം വീടുകൾ പണിയുണ്ടായി. നേപ്പാളിലെ ദുരന്തം, ചെന്നൈയിലെ ദുരന്തം. അപ്പോൾ എവിടെ ദുരന്തമുണ്ടാകുന്നു അവിടെയൊക്കെ ഏറ്റവും മുന്നിൽ വരുന്ന ഒരു ഓർഗനൈസേഷൻ എന്നുള്ള നിലയ്ക്ക് വ്യത്യസ്തമായ സേവനങ്ങളെ ലോകമെമ്പാടും ചെയ്തു വരുന്ന ഒരു ഓർഗനൈസേഷനാണ്. നമ്മളെ മുദ്രാവാക്യം വി സെർവ് ആണ്. നിങ്ങൾക്കറിയാം, ലയൺസ് ഇൻ്റർനാഷണൽ വി സെർവ് എന്നാണ്. കൈൻഡ്നെസ് മാറ്റേഴ്സ്, കാരുണ്യം എന്നുള്ള, കരുണ ചെയ്യുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, നന്മയിലേക്ക് മറ്റുള്ളവരെ കൈപിടിച്ച് ഉയർത്തുക എന്ന് പറയുന്ന മഹത്തായ ആശയമാണ്. ഇന്ന് ഒരു മഹത്തായ ദിവസമാണ്. ഇവിടെ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് കേരളത്തിലുള്ള ഈ പ്രദേശത്തെ സേവനം ചെയ്ത ആളുകളെ അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികളെ ആദരിക്കുന്നു. അപ്പോൾ ആദരിക്കുക, മറ്റുള്ളവരെ റെക്കഗ്നൈസ് ചെയ്യുക. നമ്മൾ പറയാറുണ്ട്, ഡീപ്പസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ഹ്യൂമൻ നേച്ചർ, ഹ്യൂമൻ ലൈഫ് ഈസ് അപ്രിസിയേഷൻ. നല്ല കാര്യങ്ങൾ ചെയ്താൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാനും അവരെ വേണ്ട നിലയിൽ ആദരിക്കുകയും ചെയ്യുക. അങ്ങനെയുള്ള ഈ ദുരന്തത്തിൽ ഉണ്ടായ പാവപ്പെട്ട ആളുകളും സേവനം ചെയ്ത ആളുകളെയും ആദരിക്കുന്ന ഒരു മഹത്തായ ദിനമാണ് ഇന്ന്. ലയൺസ്, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ലയൺസ് ഇൻ്റർനാഷണൽ ലോകത്തിലെ ഏറ്റവും വലിയ സേവന സന്നദ്ധ സംഘടന എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാ ദുരന്തങ്ങളും സഹായിച്ചിട്ടുണ്ട്. ഈ ദുരന്തം സംഭവിച്ചതിന് ശേഷം ലയൺസ് ഇൻ്റർനാഷണൽ, പ്രത്യേകിച്ച് മൾട്ടിപ്പിൾ കേരള, നമ്മുടെ സംസ്ഥാനം അടങ്ങുന്ന പ്രദേശത്ത് ഏകദേശം 30,000ഓളം അംഗങ്ങളുള്ള പ്രദേശം, വി ഹാവ് ഓഫേർഡ് 5 crore 5 കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ ഓഫർ ചെയ്തിരിക്കുകയാണ്. ഒരുപക്ഷെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, ഇതൊക്കെ ചേർന്നുള്ള ഒരു കോംപ്ലക്സ് ഗവൺമെൻറ് പറയുന്ന സ്ഥലത്ത്, അതുപോലെ തന്നെ സ്കൂൾ ബിൽഡിംഗ്, ഇതൊക്കെ ചെയ്യുവാൻ ഗവർണറെ കണ്ടു, ചീഫ് മിനിസ്റ്ററെ കണ്ടു, മിനിസ്റ്റേഴ്സിനെ കണ്ടു. അപ്പോൾ 5 crore 5 കോടിയുടെ ഒരു മഹത്തായ സേവന പ്രവർത്തനം ലയൺസ് ഇൻ്റർനാഷണൽ, അത് കേരളത്തിലുള്ളവർ മാത്രമല്ല, കൂട്ടായ സംഘടിതമായ ഒരു പ്രവർത്തനമാണ്. 5 കോടിയുടെ പ്രോജക്റ്റ് ഇന്നും അതുമായി ബന്ധപ്പെട്ട് കളക്ടറെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ചീഫ് മിനിസ്റ്ററെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലയൺസിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ, കൂട്ടായ്മയുടെ ഒരു വലിയൊരു മാതൃകയാണ് നമ്മൾ ഈ 5 കോടിയുടെ ഒരു പ്രോജക്റ്റ് ഈ മേപ്പാടിയോടനുബന്ധിച്ച് ഗവൺമെൻറ് നിശ്ചയിക്കുന്ന കോംപ്ലക്സിൽ അവിടേക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വയനാട് ജില്ലാ ലയൺസ് കുടുംബ സംഗമവും ലയൺസ് രക്ഷാപ്രവർത്തകരെ ആദരിക്കലും ഒരു സങ്കടക്കടലിൽ ഒരു പുഞ്ചിരി വെട്ടം എന്ന നമ്മുടെ ഈ മെഗാ ഇവന്റിലേക്ക് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, വയനാടിന് സംഭവിച്ച ഒരു വലിയ ദുരന്തം, അതിനുശേഷം അതിജീവിച്ച ഒട്ടേറെ പേരാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. തീർച്ചയായും ലോകത്തെ ഒരു വാക്കുകൊണ്ടും സാന്ത്വനിപ്പിക്കാൻ പറ്റാത്ത വിധം ആണ് ഇപ്പോഴുള്ളതെന്നറിയാം. എന്നാലും നമ്മുടെ ഈ മെഗാ ഇവന്റിന്റെ പേര് പോലെ തന്നെ സങ്കടക്കടലിൽ ഒരു പുഞ്ചിരി വേട്ടം, നിങ്ങളുടെ മുഖത്തെ ഒരു പുഞ്ചിരിയാണ് ഇന്നത്തെ ഞങ്ങളുടെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ മെഗാ ഇവന്റിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ആദ്യമായി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, വിസ്മയ പറഞ്ഞതുപോലെ ഏറ്റവും വ്യത്യസ്തമായ ഒരു ചടങ്ങിലാണ് നമ്മളെല്ലാവരും ഇന്നൊരു വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ലയൺസ് കുടുംബ സംഗമമൊപ്പം ലയൺസിന്റെ പ്രിയപ്പെട്ട രക്ഷാപ്രവർത്തകർ എന്ന് പറയുമ്പോൾ ചൂരൽമല നമുക്കറിയാം, മുണ്ടക്കയം നമുക്കറിയാം. ഒരു ദിവസം കൊണ്ട് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിച്ച് കിടക്കാൻ
തുടങ്ങിയവരെ നേരം വെളുക്കുമ്പോഴേക്കും കാണുന്നില്ല, കുടുംബത്തെ കാണുന്നില്ല, വീട് കാണുന്നില്ല, സ്ഥലം കാണുന്നില്ല. അത്തരത്തിലുള്ള 150ഓളം കുടുംബങ്ങളാണ് ഈ ഒരു മുന്നിലുള്ളത്. ദുഃഖം തന്നെയാണ്. എന്നാലും ദൈവത്തിൻ്റെ ഒരു വിധിയുണ്ട്. ആ വിധിക്ക് മുന്നിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഏതായാലും ഇവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളും അവരോടൊപ്പം എന്നും സ്നേഹവും സന്തോഷവും ഐക്യവും ഉണ്ടാവട്ടെ എന്ന ആത്മാർത്ഥമായിട്ട് ഒരു അവസരത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ലയൺസ് ക്ലബിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവരെന്ന് പറയുന്നത് ഒരാഴ്ച പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഒരു മേഖലയിൽ അവരുടെ സജീവ സാന്നിധ്യം അവർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെട്ടമില്ലാത്തടുത്ത്, അതായത് ലൈറ്റ് ഇല്ലാത്ത ഒരു സംവിധാനം വന്നപ്പോൾ അവിടെ ലൈറ്റ് സിസ്റ്റം, ജനറേറ്ററിന്റെ സിസ്റ്റം എത്തിച്ചുകൊണ്ട് അവരുടെ ഒരു സഹായ ഹസ്തം അവിടെ തേടിയെത്തി. അതുപോലെ തന്നെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ബോഡി കഴുകിക്കൊണ്ട് ആംബുലൻസിലേക്ക് കയറ്റി അവരോടൊപ്പം നിന്ന പ്രിയപ്പെട്ടവരൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. അവരൊക്കെ ഈ ഒരു വേദിയിൽ ഇന്ന് ഈ നിറഞ്ഞ സദസ്സിൽ നമ്മൾ ആദരിക്കുകയാണ്. മനോഹരമായ ഒരു വേദിയിലേക്ക് ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഈ ഒരു ഫംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഒഫീഷ്യൽ ഫംഗ്ഷൻ ഒന്നുമില്ല, വെൽക്കം സ്പീച്ച്, അധ്യക്ഷൻ, അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് പത്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല പാട്ടുകൾ, കാണാൻ ഇഷ്ടപ്പെടുന്ന നല്ല ഡാൻസുകളെല്ലാം ഒരുക്കിക്കൊണ്ട് ഒട്ടനവധി മെഗാ ഷോ വേദികളിലൂടെ ഒരുപാട് നല്ല പ്രോഗ്രാംസുകൾ നമുക്ക് സമ്മാനിച്ച പ്രിയപ്പെട്ട കലാകാരന്മാർ എല്ലാം റെഡിയാണ്. അപ്പം പത്രദീപം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. യെസ്, നമ്മുടെ സങ്കടക്കടലിൽ ഒരു പുഞ്ചിരിവെട്ടം എന്ന ഈ മെഗാ ഇവന്റിലേക്ക് ഔപചാരികമായ ഉദ്ഘാടന സദസ്സിലേക്ക് കടക്കുകയാണ്. ഉദ്ഘാടന ഭദ്രദീപം തെളിയിക്കാൻ വേണ്ടി ആദ്യമായി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ KV രാമചന്ദ്രൻ PMGF സാറിനെ ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ രവി ഗുപ്ത PMGF സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ടൈറ്റസ് തോമസ് MJF സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇമ്മീഡിയറ്റ് പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ CA രജീഷ് PMJF സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ പ്രൊഫസർ വർഗീസ് വൈദ്യൻ MJF സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡിസ്ട്രിക്ട് സെക്രട്ടറി വയനാട് ലയൺ ജേക്കബ് C വർഗീസ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി റീജിയൻ 20 റീജിയൻ ചെയർപേഴ്സൺ ലയൺ ജോൺസൺ PL MJF സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. റീജിയൻ 21 റീജിയൻ ചെയർപേഴ്സൺ ലയൺ ഡോക്ടർ റോജേഴ്സ് സെബാസ്റ്റ്യൻ സാറിനെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ZC ലയൺ മനോജ് ജോസഫ് സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നെക്സ്റ്റ് ZC ലയൺ ബിപിൻ KS സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി ZC ലയൺ ഗിരീഷ് കുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആൻഡ് ഫൈനലി ലയൺ അഡ്വക്കേറ്റ് ഷിനോ വർഗീസ് സാറിനെയും ഏറെ ബഹുമാനത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. നിറഞ്ഞ മനസ്സോടെ എല്ലാവരും നല്ല ഒരു കയ്യടി ഗംഭീരമായിട്ട് വയനാട് ജില്ലയിലെ 18 ലയൺസ് ക്ലബിന്റെ മെമ്പേഴ്സും അതോടൊപ്പം അവരുടെ മുകളിലുള്ള ഗവർണർമാരും അതോടൊപ്പം അവരുടെ ഫാമിലീസും ചേർന്നുകൊണ്ടുള്ള വയനാട് ജില്ലാ ലയൺസ് കുടുംബ സംഗമവും ലയൺസ് രക്ഷാപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ്ങുമാണ് നമ്മൾ വളരെ മനോഹരമായി കൊണ്ട് ഈ ഒരു മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമ്മുടെ ഇന്നത്തെ
ഈ ഒരു ഏറ്റവും വ്യത്യസ്തമായ ഈ ഒരു വിരുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരും ചേർന്നുകൊണ്ട് ആദ്യം തന്നെ ഒരു പടക്കം പൊട്ടുന്നൊരു കൈയ്യടി എന്നേക്കും ഗംഭീരമായിട്ട് എല്ലാവരും. യെസ്, താങ്ക് യു. ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടി തന്നെ എന്റർടൈൻമെന്റ് സെക്ഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അതിനിടയിൽ ഡാൻസുകളും പാട്ടുകളൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇവിടെ ലയൺസ് ക്ലബിന്റെ രക്ഷാപ്രവർത്തകരെ നമുക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം 1-2 പാട്ടുകൾ കഴിയുമ്പോൾ 1-2 ഡാൻസുകളൊക്കെ കഴിയുമ്പോഴാണ് ഈ ഒരു വേദിയിൽ ആദരിക്കൽ ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കുക. ഒരു ഫ്യൂഷൻ ഡാൻസോട് കൂടിയിട്ട് വേദിയിൽ എന്റർടൈൻമെന്റ് സെക്ഷൻ ആരംഭിക്കുകയാണ്. ഫ്യൂഷൻ ഡാൻസിന് വേണ്ടിയിട്ട് നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് ആ ഡാൻസ് ടീമിനെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. പ്ലീസ് വെൽക്കം. പടരണ കരികര മുടയണ തുടയിലെ പിടിവള്ളി പൊടിയണ തുടലിത് കുടുംബം
നമ്മൾ ഇന്നത്തെ ഈ സായാഹ്നം ഇതുവരെ നമ്മളെ വേദനിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ടാവും, നമ്മളെ നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളും ഓർമ്മകളും ഒക്കെ ഉണ്ടാവും. അത് തൽക്കാലത്തേക്ക് നമ്മൾ ഒരു സൈഡിൽ മാറ്റിവെച്ച് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് കളർഫുൾ ആക്കാനും എൻ്റർടൈൻ ചെയ്യാനും പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം നിങ്ങൾ എല്ലാവരും. നമ്മുടെ ഈ മെഗാ ഷോയുടെ തുടക്കത്തിന് വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ടിന് വേണ്ടി ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും കംപ്ലീറ്റ് എനർജി കാണിക്കാൻ വേണ്ടി നല്ലൊരു കൈയ്യടി തരാമോ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഗാനത്തിലൂടെ തുടങ്ങുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ തനിമയും പൈതൃകവും വിളിച്ചോതുന്ന നല്ലൊരു ഗാനത്തിന് ശബ്ദമകരുവാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒരുപാട് മെഗാ ഷോകളിലൂടെ നാഷണൽ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ വേദികളിലൂടെ പ്രതിഭ തെളിയിച്ച അനുഗ്രഹീത കലാകാരനായ നിജേഷ് പുതുപ്പണം അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നല്ലൊരു ഗാനത്തിനായി സ്വാഗതം ചെയ്യുന്നു. നിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലയുമേറൻ കാറ്റി, ഇടയാറിൻ ഇലയാടും കുളിരുലാകും നാട്, നിറപൊലിയേകാവൻ അരിയ നേരിനാ പുതുവിള നേരും ഓരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരവിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു തരിയുടും മണ്ണുതിരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാച്ചോല പച്ചവള പൊന്നും വളച്ചെടി, പെണ്ണുകൾ കളമാറ്റും കളമൊഴിയാ, ഒത്തികൾ പകൽ നീളേക്കിനാൾ കാണും, ഒത്തിടും അനുരാഗ കരൽ പോലെ, മണ്ണികൾ മണൽ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. പൊന്നാര്യം കതിരിടും സ്വർണമണി നിറമോ, കണ്ണിനു കണിയാകും നിറ പറയോ, പെണ്ണാളു കൊയ്തുവരും കച്ച നിറപ്പൊലിയാ, നന്നര നിറയേകം മനസ്സു പോലെ, ഉത്സവ തുടിതാള കൊടിയേറ്റും മത്സര കളിവള്ള തിരയാട്ടും, പെണ്ണിനു മനമാകെ തളിരാട്ടം പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും കണുവലയുമേറൻ കാറ്റിൽ, ഇടയാറിൽ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാവൻ അരിയ നേരിനാ പുതുമള നേരും ഓരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും